ലിൻസ്പെറ്റ് ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ സ്മാർട്ട് ബിൽഡിംഗ് റോഡ് ക്ലാസ് സംഘടിപ്പിച്ചു. ഉറപ്പായിട്ടും നമ്മൾ ഈ നേടിയെടുത്ത കാര്യങ്ങളെ വക്രീകരിച്ച് വേറെ രൂപത്തിലോട്ട് കൊണ്ടുപോകും. ഒരു കാരണവശാലും ആളിലേക്ക് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന ജോലി ഉത്തരവാദിത്വപരമായി അത് കൃത്യമായി ചെയ്യുവാനായിട്ട് നമ്മൾ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ സംഘടന അതിന് പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇവിടെ പരാമർശിച്ചിട്ടുള്ള സ്കിൽ പാർക്ക്. നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകൾ എന്ന നിലയിൽ നമ്മൾ ഈ സാങ്കേതികമായിട്ട് ഇന്ന് നൂതനമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹത്ത് വരികയാണ്. അതിനെ പറ്റിയെല്ലാം പരിജ്ഞാനം ഉണ്ടാക്കുന്ന ആളുകളായിട്ട് മാറ്റുവാൻ സംഘടന പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്കിൽ പാർക്കുകൾ നടത്തിക്കൊണ്ട് ഓരോ തരത്തിലുമുള്ള ആളുകളെ അവരെ അപ്ഗ്രേഡ് ചെയ്യുവാനുള്ള സംരംഭവുമായി സംഘടന മുന്നോട്ട് പോകുന്നത്. ലിൻസ്പെറ്റ് ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ സ്മാർട്ട് ബിൽഡിംഗ് റോഡ് ക്ലാസ് സംഘടിപ്പിച്ചു. ചേർത്തല താലൂക്ക് NSS യൂണിയൻ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലിൻസ്പെറ്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി BD ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് വിനോദ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബെൻസ്ലി AD സ്വാഗതം പറഞ്ഞു. ലിൻസ്പെറ്റ് ജില്ലാ സെക്രട്ടറി അനിൽ MR മുഖ്യാതിഥിയായി. സംസ്ഥാന കമ്മിറ്റി അംഗം R ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് അമ്പിളി PM, ഏരിയ ഖജാൻജി വിനീത AV എന്നിവർ സംസാരിച്ചു. ലിൻസ്പെറ്റ് സംസ്ഥാന ഫാക്കൽറ്റി അംഗം മനു മോഹൻ ക്ലാസിന് നേതൃത്വം നൽകി. ഈ നാഷണൽ ബിൽഡിംഗ് കോഡിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഡിസേബിലിറ്റി പ്രൊഫഷൻസും ഇവിടെ എടുത്തിട്ടുള്ളത്. പക്ഷെ ഒരു പ്രശ്നമുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ കെട്ടിട നിർമ്മാണ നിയമത്തിലെ ഡിസേബിലിറ്റി പ്രൊഫഷൻസ് എന്ത് തരം ഡിസബിലിറ്റികളെയൊക്കെ അഡ്രസ് ചെയ്യുന്നതാണ്? നമ്മുടെ കെട്ടിട നിർമ്മാണ നിയമത്തിലെ ഡിസബിലിറ്റി പ്രൊഫഷൻസ് എന്ത് തരം ഡിസബിലിറ്റികളെ ഒക്കെ അഡ്രസ് ചെയ്യുന്നതാണ്? ഒറ്റ ഒരു സാധനമുണ്ട്, കാൽവയ്യാത്തവർ അല്ലേ? ഇനി എന്റെ ചോദ്യം ഇതാണ്, കാൽവയ്യായിക മാത്രമേ ഉള്ളൂ ഡിസബിലിറ്റി? അല്ല. എന്തൊക്കെയാ പിന്നെ? ഏറ്റവും വലിയൊരു ഡിസബിലിറ്റിയാണ് കാഴ്ചയില്ലായ്മ. ഒരുപക്ഷെ കാല് വയ്യാത്ത അവസ്ഥ അല്ലെങ്കിൽ വീൽ ചെയറിൽ പോകുന്ന അവസ്ഥയേക്കാൾ ബുദ്ധിമുട്ടുള്ളതാണ് അന്ധത അല്ലേ? അതിനെ ആ ബിൽഡിങ്ങുകൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്.